മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് മാർച്ച് 27-ന് തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്ന സമീപനം തന്നെയാണ് സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചത്. ദുരന്തത്തിൽ കേന്ദ്രം കാവൽ മാലാഖയല്ല ചെകുത്താനായാണ് അവതരിച്ചതെന്നും മന്ത്രി വിമർശിച്ചു. അതേസമയം സംസ്ഥാന സർക്കാർ പുനരധിവാസം അനന്തമായി നീട്ടുന്നുവെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിൽ സർക്കാർ വലിയ കാലതാമസം വരുത്തുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാന സർക്കാർ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി ഇതുവരെ കൈക്കൊണ്ട നടപടികൾ റവന്യൂ മന്ത്രി കെ രാജൻ അക്കമിട്ട് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. ദുരന്തബാധിതരെ ചേർത്തു നിർത്തിയാണ് തുടക്കം മുതൽ സർക്കാർ മുന്നോട്ടു പോകുന്നത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 3 പട്ടികകളാണ് ഇതുവരെയായി തയ്യാറാക്കിയിട്ടുള്ളത്. അന്തിമ പട്ടിക ഉടൻ തയ്യാറാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. അവിടെ തുടർ ചികിത്സയോ അടിയന്തര ചികിത്സയോ വേണ്ടി വന്ന ആരെല്ലാം ഉണ്ടായാലും, ഇനി എത്ര കാലം ആർക്കെല്ലാം വേണ്ടി വന്നാലും അതിന്റെ പൂർണ്ണമായ പണം കേരളത്തിലെ ഗവൺമെന്റ് വഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാർ, ഒരു വൈകല്യമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കൂടിയാലോചിക്കാം. കേന്ദ്രത്തിനൊപ്പം സംസ്ഥാനവും ദുരന്തബാധിതരോട് ന്യായമല്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെയായി തയ്യാറായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചില സ്ഥലത്ത് ഈ കണക്കാക്കിയിരിക്കുന്ന ദുരന്തം കണക്കാക്കിയിരിക്കുന്ന സ്ഥലത്ത് 80-90% പേര് 80% ആളുകളെ ആ ലിസ്റ്റിൽ പെടുത്തി. ബാക്കി 10-20% ആളുകളോട് അവിടെ ജീവിക്കാൻ പറഞ്ഞേക്കുക. അവരെങ്ങനെ ജീവിക്കും സർ? ചെളി ഒലിച്ചു പോയിരിക്കുന്ന സ്ഥലമാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ലിസ്റ്റിൽ അപാകതയാണ്. കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരള ബാങ്കിലൂടെ കടങ്ങൾ എഴുതിത്തള്ളുന്ന നടപടി ഇതിനകം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.